ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മുട്ട വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 3 മുട്ട എടുത്ത് പോയിട്ട് അതിൻ്റെ തോല് കളയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു വലിയ പച്ചമുളക് എടുത്തിന്. അപ്പോൾ നമുക്ക് മുട്ട ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു നുള്ള് ഉപ്പും ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുട്ട ഞാൻ ഒരു 5 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ 2 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടാം. ശേഷം ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ വാടണം. ഒരു പച്ചമുളക് മുറിച്ചരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം മൂപ്പിച്ച് അടച്ചു വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി, ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിയും, കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് നല്ലോണം മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാ രീതിയിലും നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പിന്നീട് നമുക്ക് അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാം അതിലേക്ക് മുട്ട ഇട്ട് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുത്ത് അതിനുശേഷം നമുക്കിത് സേവ് ചെയ്യാം. ഇതൊരു അടിപൊളി കറിയാണ്. നമുക്ക് പൂരി, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും കൂടിയും പെയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.